നമസ്തേ ബച്ചോ. വേദാസിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് 7ാം ക്ലാസ്സിലെ 2ാമത്തെ യൂണിറ്റിലേക്ക് കടക്കാം. നമുക്കിവിടെ എന്താ പഠിക്കാനുള്ളതെന്നറിയാമോ? ഒരു കഥയാണ് പഠിക്കാനുള്ളത്. അതിനു മുൻപായി എല്ലാവരും പേജ് നമ്പർ 24 എടുക്കുക. എല്ലാവരും എടുത്തോ? അവിടെ ഒരു ചിത്രമുണ്ട്, കണ്ടോ? എന്താ ആ ചിത്രം? ഒരു മരം ഉണ്ടല്ലേ? ആ മരത്തിൽ എന്താ കായ്ച്ചു കിടക്കുന്നത്? എന്താ, പൂക്കളാണോ? അല്ലല്ലോ, പകരം എന്താ? പണമാണല്ലേ. കറൻസി നോട്ടുകളാണ് ആ മരത്തിൽ കായ്ച്ചു കിടക്കുന്നത്. കണ്ടോ? സത്യത്തിൽ അങ്ങനെ ഒരു മരമുണ്ടോ? ഇല്ലല്ലേ. അപ്പോൾ നോക്കിക്കേ, ഒരു കുട്ടി എന്ത് ചെയ്യുക? അത് പറിക്കാനായിട്ട് ശ്രമിക്കുക. നോട്ടുകൾ ഒരു കുട്ടി കുട്ടയായിട്ട് നിൽക്കുക. അതെന്താ, താഴേക്ക് വീഴുമ്പോൾ അത് പിടിക്കാനായിട്ട്. വെറുതെ ഇരിക്കുന്ന കുട്ടിയുണ്ട്, അതെന്താ, ഒരു കമ്പ് ഉപയോഗിച്ച് ആ നോട്ട് പറിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്ന കുട്ടികളുണ്ട് അല്ലേ? താഴെ എന്തോ ഒരു ചോദ്യമുണ്ട്, വായിച്ചേ. ചിത്രമേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹേ. ഒന്നുകൂടെ വായിക്കാം. ചിത്രമേ ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹേ. ചിത്രമേ, ചിത്രത്തിൽ, ക്യാ ക്യാ ദിഖായി ദേ രഹാ ഹേ, എന്തെല്ലാമാണ് കാണാൻ കഴിയുന്നത്? എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? ഒരു മരമുണ്ട്. മരത്തിൽ എന്താ കായ്ക്കുന്നത്? രുപ്പയെ അല്ലേ? പൈസ, നോട്ടാണ് കായ്ച്ചു കിടക്കുന്നത്. പിന്നെ കുറേ കുട്ടികളുണ്ട്. അവരെന്ത് ചെയ്യാൻ ശ്രമിക്കുക? നോട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അടുത്തതായിട്ട് എന്താ? പേട് കോ നാം ദേ. പേട് കോ നാം ദേ. പേട് മരം. നാം എന്താ? പേര്. പേട് കോ നാം ദേ. മരത്തിന് എന്ത് കൊടുക്കാനാണ്? ഒരു പേര് കൊടുക്കാനാണ് പറയുന്നത്. എന്ത് പേര് കൊടുക്കാം? പണം കായ്ക്കുന്ന മരമായതുകൊണ്ട് രുപ്പയോം കാ പേട് അല്ലേ? പണം കായ്ക്കുന്ന മരം എന്ന അർത്ഥത്തിൽ നമുക്ക് അങ്ങനെ ഒരു പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കാം. ഓക്കെ, നമുക്കിനി പാഠത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേരെന്താ? അൻമോൾ ഖസാന. അൻമോൾ ഖസാന. അൻമോൾ, വിലമതിക്കാനാകാത്ത അല്ലെങ്കിൽ അമൂല്യമായ. ഖസാന, ഖജനാവ്. അപ്പോൾ പാഠത്തിൻ്റെ പേരെന്താ? അൻമോൾ ഖസാന, അമൂല്യമായ ഖജനാവ്. നമുക്ക് ആ കഹാനിയിലേക്ക് കടക്കാം. കഹാനി എന്താ? കഥ അല്ലേ? ആരുടെ കഥയാണെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും കഥ കേൾക്കാൻ ഇഷ്ടമല്ലേ? എല്ലാവരും പേജ് നമ്പർ 25 എടുത്തേ. നമുക്കെങ്കിൽ കഥയിലേക്ക് കടക്കാം. എല്ലാവരും എന്നോടൊപ്പം ചേർന്നൊന്ന് വായിച്ചേ. किसी गांव में विक्रम नामक एक युवक रहता था. एक दिन बैठे बैठे वह सोचने लगा, मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा, लेकिन कोई ठोस उपाय नहीं मिला. ഒന്നുകൂടി വായിക്കാം. किसी गांव में विक्रम नामक एक युवक रहता था. किसी गांव में, ഒരു ഗ്രാമത്തിൽ, വിക്രം നാമക് ഏക് യുവക് രഹ്താ ഥാ. അപ്പോൾ കഥാപാത്രത്തിൻ്റെ പേരെന്താ? വിക്രം അല്ലേ? വിക്രം നാമക് ഏക് യുവക്. വിക്രം ആരാ? ഒരു യുവാവാണ് അല്ലേ? യുവക് രഹ്താ ഥാ. അപ്പോൾ ഒരു ഗ്രാമത്തിൽ വിക്രം എന്നു പേരുള്ള ഒരു യുവാവ് താമസിച്ചിരുന്നു. ഏക് ദിൻ ബൈഠേ ബൈഠേ വഹ് സോച്നേ ലഗ. സോച്നേ ലഗ എന്താ? ചിന്തിക്കാൻ തുടങ്ങി. മൈ കൈസേ ഠേർ സാരാ ധൻ കമാവും ഓർ ആരാം സേ രഹൂ. അപ്പോൾ ഒരു ദിവസം, ഏക് ദിൻ ബൈഠേ ബൈഠേ വഹ് സോച്നേ ലഗ. അപ്പോൾ ഒരു ദിവസം ആ ആളുടെ പേരെന്താ? വിക്രം. വിക്രം എന്താണ് ചിന്തിക്കാൻ? സോച്ന, ചിന്തിക്കുക. അപ്പോൾ എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത്?
मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं. मैं ഞാൻ കൈസെ എങ്ങനെ ढेर सारा धन कमाऊं. ढेर सारा ധാരാളം, ധാരാളം പണം, ധൻ പണം, കമാന എന്താ സമ്പാദിക്കുക അല്ലേ. മൈം കൈസെ ढेर सारा धन कमाऊं. അപ്പം ഞാൻ എങ്ങനെ ധാരാളം പണം സമ്പാദിക്കും. ഓർ ആരാംസെ രഹോ, ആരാംസെ സുഖമായി. പിന്നെ എങ്ങനെ ഞാൻ ഒരുപാട് ധനം സമ്പാദിക്കും, എന്നിട്ട് എങ്ങനെ ഞാൻ സുഖമായി വിശ്രമിക്കും. അപ്പോൾ എങ്ങനെ ഒരുപാട് പൈസ സമ്പാദിച്ചിട്ട് സുഖമായിട്ടിരിക്കാം എന്നാണ് ആര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വിക്രം. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा. उसने അവൻ ഇധർ ഉധർ ജാക്കർ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा. अपने कई मित्रों से അവൻ്റെ ഒരുപാട് കൂട്ടുകാരോട്, കൂട്ടുകാരല്ലേ, मित्रों से जल्दी धन कमाने का उपाय पूछा. എന്തിൻ്റെ എളുപ്പ വഴിയാണ് ചോദിച്ചത്? ഉപായ് ഒരു തന്ത്രം. ഉപായ് പൂച്ച ഒരു തന്ത്രമാണ് സുഹൃത്തുക്കളോട് ചോദിച്ചത്. എന്താ ചോദിച്ചത്? ജൽദി ധൻ കമാനെ കാ ഉപായ്. അപ്പോൾ എങ്ങനെ പെട്ടെന്ന് ധൻ കമാന പണം സമ്പാദിക്കാം. എന്താണ് കൂട്ടുകാരോട് ചോദിച്ചത്? പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള ഒരു വഴി, ഒരു തന്ത്രം പറഞ്ഞു കൊടുക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞത്. ലേക്കിൻ കോയി ठोस ഉപായ് നഹി മില. ലേക്കിൻ കോയി ठोस ഉപായ് നഹി മില. പക്ഷെ ചോദിച്ചെങ്കിലും എന്ത് കിട്ടിയില്ല? വഴിയൊന്നും, പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള വഴിയൊന്നും കിട്ടിയില്ല. ठोस ഉപായ് ഒരു ഉറപ്പായ ഒരു വഴി കിട്ടിയില്ല. നമുക്കൊന്നുകൂടി ആ പാരഗ്രാഫ് വായിക്കാം. किसी गाँव में विक्रम नामक एक युवक रहा था. एक दिन बैठे बैठे वह सोचने लगा, मैं कैसे ढेर सारा धन कमाऊं और आराम से रहूं. उसने इधर उधर जाकर अपने कई मित्रों से जल्दी धन कमाने का उपाय पूछा, लेकिन कोई ठोस उपाय नहीं मिला. അപ്പോൾ കഥാപാത്രത്തിൻ്റെ പേരെന്താ? വിക്രം അല്ലേ. കഥയിലെ നായകനാണ് ആര്? വിക്രം. അപ്പോൾ വിക്രം ഒരു യുവാവാണ്. ഒരു ദിവസം അവന് എന്ത് തോന്നി? പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള ഒരു ആശയം തോന്നി. അപ്പോൾ അതിനായിട്ടുള്ള വഴികൾ തിരക്കുകയാണല്ലേ. കൂട്ടുകാരോടൊന്നും ചോദിച്ചിട്ട് ഒരു നല്ല വഴിയും കിട്ടിയില്ല. അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. सुबह का समय था. विक्रम खेतों से होकर जा रहा था. रास्ते में एक किसान से उसने जल्दी धन कमाने का उपाय पूछा. किसान ने विक्रम को बताया, गांव के उस पार एक सज्जन रहते हैं. उनका नाम है विश्वनाथ. शायद वे कोई आसान तरीका बता सकते हैं. അപ്പം ആരാ നമ്മുടെ കഥാപാത്രമായ വിക്രം എന്ത് ചെയ്യുക? പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള വഴികൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നോക്കാം. സുബഹ കാ സമയത. സുബഹ എന്താ? രാവിലെയാണ്, രാവിലത്തെ സമയം. വിക്രം ഖേത്തോം സേ ഹോക്കർ ജാ രഹാ ഥ. ഖേത്ത് എന്താ? വയൽ. അപ്പോൾ വിക്രം എവിടെ കൂടി പോവുകയായിരുന്നു? വയലിൻ്റെ അടുത്ത് കൂടി നടന്നു പോവുകയായിരുന്നു. रास्ते में एक किसान से उसने जल्दी धन कमाने का उपाय पूछा. रास्ते में വഴിയിൽ വച്ചിട്ട് एक किसान से ഒരു കൃഷിക്കാരനോട് ഉസ്നെ ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഒരു കൃഷിക്കാരനെ കണ്ടപ്പോൾ അവൻ എന്ത് ചെയ്യുക? വിക്രം എന്ത് ചെയ്യുക? ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച. പെട്ടെന്ന് എളുപ്പ വഴിയിൽ കൂടി പണം സമ്പാദിക്കാനുള്ള ഉപായ്, ഒരു തന്ത്രം ആരോട് ചോദിച്ചു? ആ കൃഷിക്കാരനോട് ചോദിച്ചു. കിസാൻ നെ വിക്രം കോ ബതായ. അപ്പോൾ കൃഷിക്കാരൻ വിക്രമനോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹൈ. ഗാവ് കെ ഉസ് പാർ, ഗ്രാമത്തിൻ്റെ കുറച്ച് അകലെയായി ആരുണ്ട്? ഒരു സജ്ജൻ, ഒരു നല്ലവനായ മനുഷ്യൻ ഉണ്ട്. ഉൻകാ നാം ഹേ വിശ്വനാഥ്. അപ്പോൾ രണ്ടാമത്തെ ഒരാൾ വന്നു. ആരാ? വിശ്വനാഥ്. അപ്പോൾ ആരാ? ഈ നമ്മുടെ വിക്രം
എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള വഴികൾ അന്വേഷിച്ച് നടന്നു. അപ്പോഴത്തേക്ക് എന്ത് കിട്ടി? കൂട്ടുകാരോട് ഒന്നും ചോദിച്ചിട്ട് വഴി കിട്ടിയില്ല. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ ഒരു കർഷകനോട് ഇതേ കാര്യം ചോദിച്ചു. അപ്പോൾ അയാൾ എന്താ പറഞ്ഞേ? ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹെ. ഗ്രാമത്തിൻ്റെ അങ്ങകലെയായി ഒരു നല്ലവനായ ആളുണ്ട്. ആളുടെ പേരെന്താ? വിശ്വനാഥ്. ഷായദ് വേ കോയി ആസാൻ തരീക്ക ബതാ സക്തേ ഹെ. ഒരു പക്ഷേ അയാൾക്ക് എന്തെങ്കിലും എളുപ്പ വഴി പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ആസാൻ തരീക്ക, എളുപ്പ വഴി. അപ്പം ഈ വിശ്വനാഥിന് എന്തെങ്കിലും ഒരു എളുപ്പ വഴി പറഞ്ഞു തരാനായിട്ട് സാധിക്കും. ഇടതുവശത്ത് താഴെയായിട്ടൊരു ചോദ്യമുണ്ട്. എന്താ? വിക്രം കെ ബാരെ മേം കിസാൻ നെ ക്യാ സോച്ചാ ഹോഗ. ഒന്നുകൂടി വായിക്കാം. വിക്രം കെ ബാരെ മേം കിസാൻ നെ ക്യാ സോച്ചാ ഹോഗ. വിക്രം കെ ബാരെ മേം, വിക്രമിനെ പറ്റി, കിസാനെ, കിസാൻ കർഷകൻ, ക്യാ സോച്ചാ ഹോഗ, എന്തായിരിക്കും ചിന്തിച്ചിട്ടുള്ളത്? എളുപ്പ വഴി അന്വേഷിച്ച് ചെന്ന ആരെ? വിക്രമിനെ പറ്റി കർഷകൻ എന്തായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക? നല്ലവണ്ണം അധ്വാനിക്കുന്ന ആളായിട്ട് ചിന്തിക്കുമോ? ഒരിക്കലും ഇല്ലല്ലേ. എളുപ്പ വഴിയിൽ പണം സമ്പാദിക്കാൻ അന്വേഷിക്കുന്ന ആൾ എന്തായാലും നല്ലവണ്ണം അധ്വാനിക്കുന്ന ആളായിരിക്കില്ല. പകരം എന്തായിരിക്കും? ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളായിരിക്കും അല്ലേ. പിന്നെ ആ കഥയുടെ ആദ്യം തന്നെ പറയുന്നുണ്ട്, വിക്രം ആരാ? ഒരു യുവാവാണ് അല്ലേ. അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണും. പിന്നെ എന്താ ചിന്തിക്കുക? അയാൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണ്. കാം നഹീ കർനാ ചാത്ത. ഇപ്പോൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളാണെന്ന് ആര് വിചാരിച്ച് കാണും? കൃഷിക്കാരൻ വിചാരിച്ച് കാണും അല്ലേ. പിന്നെ എന്തായിരിക്കും വിചാരിക്കുന്ന? ഈ വിക്രം പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള ഒരു ചിന്തയുള്ള ഒരു യുവാവാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ച് കാണാം അല്ലേ. ഇതെല്ലാം നിങ്ങളൊന്ന് സ്വന്തമായി എഴുതാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, നമുക്കിനി അടുത്ത പാരഗ്രാഫിലേക്ക് കിടക്കാം. विक्रम जल्दी जल्दी विश्वनाथ के घर की ओर चल पड़ा. उसके द्वार पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ था और विश्वनाथ कमरे में बैठे थे. विक्रम ने उन्हें प्रणाम किया और उनके सामने बैठ गए. അപ്പോൾ എന്താ പറഞ്ഞ തൊട്ട് മുന്നത്തെ പാരഗ്രാഫിൽ? ഒരു കർഷകനെ കണ്ടു. കർഷകൻ എന്ത് വഴിയാ പറഞ്ഞു കൊടുത്തത്? ഗ്രാമത്തിന് അകലെയായി ആരുണ്ട്? വിശ്വനാഥ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അപ്പോൾ അയാളോട് പോയൊന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം വിക്രം എന്ത് ചെയ്ത് കാണും? അയാളെ തേടി പോയി കാണും അല്ലേ. ഓക്കെ, വായിക്കാം. വിക്രം ജൽദി ജൽദി വിശ്വനാഥ് കെ ഘർ കി ഓർ ചൽ പടാ. വിക്രം ജൽദി ജൽദി, ജൽദി പെട്ടെന്ന് തന്നെ, വിശ്വനാഥ് കെ ഘർ, ആരുടെ വീട്ടിൽ? വിശ്വനാഥ്. ഘർ എന്താ? വീട്. വിശ്വനാഥ് കെ ഘർ കി ഓർ ചൽ പടാ. എങ്ങോട്ട് പോയി? കേട്ടപാടെ വിശ്വനാഥിൻ്റെ വീട്ടിലേക്ക് ആര് പോയി? വിക്രം പോയി. उसने द्वार पर पहुंचकर विक्रम ने देखा कि द्वार खुला हुआ था और विश्वनाथ कमरे में बैठे थे. ഒന്നുകൂടി വായിക്കാം. ഉസ്നെ ദ്വാർ പർ പഹൂഞ്ച്കർ. ദ്വാർ എന്താ? വാതിൽ. അപ്പോൾ ആര് വാതിലിനടുത്ത്? വിക്രം വാതിലിനടുത്തേക്ക് എത്തിയപ്പോൾ എന്താ കണ്ടത്? വിക്രമിനെ ദേഖ, വിക്രം കണ്ടു. എന്താ കണ്ടത്? കി ദ്വാർ ഖുലാ ഹുവാ ഥാ. എന്താ? വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഖുലാ ഹുവ, തുറന്നു കിടക്കുകയായിരുന്നു. ഓർ വിശ്വനാഥ് കംരേ മേ ബൈഠേ ഥേ. വിശ്വനാഥ് എവിടെ ഇരിക്കുമായിരുന്നു? കംരേ മേ, മുറിയിൽ ഇരിക്കുകയായിരുന്നു. വിശ്വനാഥ് കംരേ മേ ബൈഠേ ഥേ. विक्रम ने उन्हें प्रणाम किया और उनके सामने बैठ गया. विक्रम ने उन्हें प्रणाम किया. വിക്രം എന്ത് ചെയ്തു? വിശ്വനാഥിനെ കണ്ടപ്പോൾ തൊഴുതു. ഓർ ഉൻകെ സാമനെ ബൈഠ് ഗയ. ആരുടെ അടുത്ത്? സാമന, അടുത്ത്. ആരുടെ അടുത്തിരുന്നു? വിശ്വനാഥിൻ്റെ അടുത്ത് ആര് പോയിരുന്നു? വിക്രം പോയി ഇരുന്നു. ബൈഠ് ഗയ, ഇരുന്നു. മനസ്സിലായോ ഇത്രയും പറഞ്ഞത്? അപ്പോൾ എന്ത് ചെയ്തു? വിശ്വനാഥിനെ പറ്റി അറിഞ്ഞപ്പോൾ നമ്മുടെ വിക്രം അയാളെ തേടി പോവുകയും അയാളുടെ വീട്ടിലെത്തുകയും ചെയ്തു. ഓക്കെ, ബാക്കി നോക്കാം.
जैसे ही विश्वनाथ ने आंखें खोली, विक्रम ने अपने मन की बात कही. जैसे ही വിശ്വനാഥ് ने आंखें खोली. അപ്പോൾ എപ്പോഴാണോ വിശ്വനാഥ് എന്ത് ചെയ്തത്? ആംഖേം എന്താ? കണ്ണുകൾ. ഖോൽന തുറക്കുക. അപ്പോൾ കണ്ണു തുറന്നത് വിക്രമിനെ അപ്നെ മൻ കി ബാത് കഹി. വിക്രം എന്ത് ചെയ്തു? തൻ്റെ മനസ്സിലുള്ള മൻ കി ബാത്, മനസ്സിലുള്ള കാര്യം അപ്പോൾ തന്നെ പറഞ്ഞു. കഹന പറയുക. मैं बहुत गरीब हूँ, आप मुझे जल्दी धन कमाने का कोई उपाय बताइए. मैं बहुत गरीब हूँ. ഞാൻ ഒരുപാട് പാവപ്പെട്ട ഒരാളാണ്. ഗരീബ് എന്ന പാവപ്പെട്ട അല്ലേ? ഞാനൊരു പാവപ്പെട്ട വ്യക്തിയാണ്. आप मुझे जल्दी धन कमाने का कोई उपाय बताइए. താങ്കൾ മുझे ജൽദി ധൻ കമാനേക്ക, ജൽദി പെട്ടെന്ന്, എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാനുള്ള? ധനം സമ്പാദിക്കാനുള്ള. ധൻ കമാനേക്ക കോയി ഉപായ് ബതായേ. എന്ത് ചെയ്യാനാണ് പോയത്? എന്തന്വേഷിക്കാൻ വേണ്ടിയാണ് പോയത്? പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള വഴി അന്വേഷിച്ചാണ് പോയത് അല്ലേ വിക്രം? അപ്പോൾ എന്തായിരിക്കും ചോദിച്ചിട്ടുള്ളത്? പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള വഴിയായിരിക്കും വിശ്വനാഥിനോട് ചോദിച്ചിട്ടുള്ളതല്ലേ? मैं बहुत गरीब हूँ, ഞാൻ പാവപ്പെട്ടവനാണ്. अब मुझे जल्दी धन कमाने का कोई उपाय बताइए. താങ്കൾ എനിക്ക് പെട്ടെന്ന് ധനം സമ്പാദിക്കാനുള്ള ഒരു വഴി പറഞ്ഞു തരണം. അപ്പോൾ എന്തായിരിക്കും പറഞ്ഞിട്ടുള്ളത് വിശ്വനാഥ്? तुम वसंत नगर जाओ, वहाँ एक आदमी 20,000 रुपये में मनुष्य की आंखें खरीदता है. तुम अपनी आंखें बेच दो. विक्रम को आश्चर्य हुआ. ഒന്നുകൂടി വായിക്കാം. तुम वसंत नगर जाओ. നീ എങ്ങോട്ട് പോകാനാണ് പറയുന്നത്? ആരാണ് പറയുന്നത് തും വസന്ത് നഗർ ജാവോ എന്ന്? വിശ്വനാഥ് അല്ലേ? അപ്പോൾ തും വസന്ത് നഗർ ജാവോ. വിശ്വനാഥ് എന്താണ് മറുപടിയായി കൊടുക്കുന്നത്? വസന്ത് നഗറിലേക്ക് പോവാനാണ് പറയുന്നത്. ആരോടാ പറയുന്നത്? വിക്രമിനോട്. വഹാം ഏക ആദ്മി 20,000 रुपये में. 20,000 എത്രയാ? 20,000 രൂപയ്ക്ക്. അപ്പോൾ അവിടെ ഒരാൾ എന്താ? ആദ്മി എന്താ? മനുഷ്യൻ. ഒരു മനുഷ്യൻ എന്താ? 20,000 रुपये में 20,000 രൂപയ്ക്ക് മനുഷ്യക്ക് ആംഖേ ഖരീദത്താ ഹേ. എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യൻ്റെ കണ്ണുകൾ. ഖരീദന വാങ്ങുക. 20,000 രൂപയ്ക്ക് മനുഷ്യൻ്റെ കണ്ണുകൾ വാങ്ങുന്ന ഒരാളുണ്ട്. തും അപ്നെ ആംഖേ ബേച്ച് ദോ. അയാൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? അപ്നെ ആംഖേ ബേച്ച് ദോ. ബേച്ചിന എന്താ? വിൽക്കാൻ. എന്ത് വിൽക്കാനാ പറയുന്നത്? ആംഖേ, നീ നിന്റെ കണ്ണുകൾ വിൽക്കാനാണ് പറയുന്നത്. ഇത് കേട്ടിട്ട് വിക്രമിന് എന്താ തോന്നിയേ? വിക്രംകോ ആശ്ചര്യ ഹുവ. വിക്രമിന് അത്ഭുതം തോന്നി. സ്വന്തം കണ്ണ് വിൽക്കാനായിട്ടാണ് ആര് പറയുന്നത്? വിശ്വനാഥ് പറയുന്നത്. അത് കേട്ടിട്ട് വിക്രം ഞെട്ടിപ്പോയി. अपनी आंखें बेच दूँ, फिर मैं देखूँगा कैसे. അപ്പോൾ എന്താ വിക്രം തിരിച്ച് ചോദിക്കുന്നത്? अपनी आंखें बेच दूँ, എൻ്റെ കണ്ണുകൾ വിൽക്കാനോ? फिर मैं देखूँगा कैसे. പിന്നെ കണ്ണ് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എങ്ങനെയാണ് ഞാൻ കാണുന്നത്? ദേഖന എന്താ? കാണുക. കൈസേ എങ്ങനെ. അപ്പോൾ അതിനുശേഷം കണ്ണ് വിറ്റ് കഴിഞ്ഞ് ഞാൻ എങ്ങനെ കാണും? അപ്പോൾ എന്ത് പറഞ്ഞ് കാണാം വിശ്വനാഥ്? ठीक है. അപ്പോൾ ശരിയാണ്. तो 15,000 में अपनी दोनों पैर बेच दो. അപ്പോൾ കണ്ണ് വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ കാണും എന്ന വിക്രമിൻ്റെ ചോദ്യത്തിന് വിശ്വനാഥ് എന്താ പറയുന്നത് മറുപടിയായിട്ട്? ശരിയാണ്, കണ്ണ് വിറ്റ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റില്ല? കാണാൻ പറ്റില്ല. तो 15,000 में अपने दोनों पैर बेच दो. അപ്പോൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? 15,000 15,000 രൂപയ്ക്ക് എന്ത് ചെയ്യാനാണ് പറയുന്നത്? തൻ്റെ 15,000 में अपने दोनों पैर बेच दो. തൻ്റെ കണ്ണുകൾ എന്ത് ചെയ്യാനാണ് പറയുന്നത്? കണ്ണുകളല്ല, ക്ഷമിക്കുക. 15,000 में अपने दोनों पैर എന്താ? കാലുകളല്ലേ? 15,000 രൂപയ്ക്ക് നീ നിൻ്റെ 2 കാലുകളും അങ്ങ് വിൽക്കാനാണ് ആര് പറയുന്നത്? വിശ്വനാഥ് പറയുന്നത്.
അപ്പോൾ ആദ്യം എത്ര രൂപയ്ക്ക് കണ്ണുകൾ വാങ്ങുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു? 20,000 രൂപയ്ക്കല്ലേ. അത് കഴിഞ്ഞിട്ട് 15,000 രൂപയ്ക്ക് കാലുകൾ വാങ്ങുന്ന ഒരാളവിടെയുണ്ട്. അയാൾക്ക് 15,000 രൂപയ്ക്ക് നിന്റെ രണ്ട് കാലുകളും കൊടുക്കാനാണ് ബേഷ്നാഥ വിൽക്കുക. പൈരെന്താ? കാൽ. ദോനവും പൈർ, രണ്ട് കാലുകളും വിൽക്കാനാണ് ആര് പറയുന്നത്? വിശ്വനാഥ് പറയുന്നത്. അപ്പോൾ വിക്രം എന്ത് ചോദിച്ചു കാണും? ക്യാ പൈർ ബേച്ച് തും തോ ചലൂങ്ക കൈസേ? വിക്രം ഹൈരാൻ ഹുവ. ക്യാ? എന്ത്? പൈർ ബേച്ച് തും തോ ചലൂങ്ക കൈസേ? പൈർ ബേച്ച് തും, കാലുകൾ വിറ്റ് കഴിഞ്ഞാൽ, തോ ചലൂങ്ക കൈസേ, ചലന എന്താ? നടക്കുക. കാല് വിറ്റ് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നടക്കുന്നത്? വിക്രം ഹൈരാൻ ഹുവ. വിക്രം എന്ത് ചെയ്തു? ഞെട്ടിപ്പോയി, ആശ്ചര്യം തോന്നി വിക്രമിന്. ആദ്യം എന്ത് ചെയ്യാൻ പറഞ്ഞു? 20,000 രൂപയ്ക്ക് കണ്ണുകൾ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ കണ്ണ് വിറ്റ് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ആരാ പറഞ്ഞത്? വിശ്വനാഥ് എന്താ പറഞ്ഞത്? നീ നിന്റെ 15,000 രൂപയ്ക്ക് നിന്റെ 2 കാലുകളും അങ്ങ് വിൽക്കാനായിട്ട് വിശ്വനാഥ് പറയുന്നു. അപ്പോൾ ചോദിച്ചു, എന്താ കാലുകൾ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നടക്കും? വിക്രം എന്തോ അത്ഭുതപ്പെട്ടു. അപ്പോൾ വിശ്വനാഥ് എന്തായിരിക്കും പറഞ്ഞു കാണുന്ന? तो 25,000 में अपने दोनों हाथ बेच दो. അപ്പം എന്ത് ചെയ്യാനാണ് വിശ്വനാഥ് പറയുന്നത്? 25,000. 25,000 എന്താ? 25,000 രൂപയ്ക്ക് അപ്നെ ദോനോം ഹാത്ത് ബേച്ച് ദോ. ഹാത്ത് എന്താ? കൈ അല്ലേ? ദോനോം ഹാത്ത്, 2 കൈകളും എന്ത് ചെയ്യാനാണ് പറയുന്നത്? ബേച്ച്ന വിൽക്കുക, ബേച്ച് ദോ. അപ്പോൾ കാല് വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ നടക്കുമെന്ന് ചോദിച്ചപ്പോൾ വിശ്വനാഥ് എന്താ മറുപടി പറഞ്ഞത്? 25,000 രൂപയ്ക്ക് നീ നിന്റെ 2 കൈകളും അങ്ങ് വിറ്റു. അപ്പോൾ എന്താ വിക്രം പറയുന്നത്? അപ്നെ ഹാത്തോം കെ ബിന മൈ കാം കൈസേ കരൂങ്ക. അപ്നെ ഹാത്തോം കെ ബിന, എൻ്റെ കൈകളില്ലാതെ, കൈകൾ കൂടാതെ, മൈ കാം കൈസേ കരൂങ്ക, ഞാൻ എങ്ങനെ എന്ത് ജോലി ചെയ്യും? കൈകൾ വിറ്റ് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എൻ്റെ ജോലികൾ ചെയ്യും? അപ്പോൾ വിശ്വനാഥ് എന്താ പറയുന്നേ? तो तुम अपना पूरा शरीर ही बेच दो, तुम्हें 1,00,000 रुपया मिलेगा. അപ്പോൾ വിശ്വനാഥ് എന്താ പറയുന്നത്? तो तुम अपना पूरा शरीर बेच दो. അപ്പോൾ നീ നിന്റെ എന്ത് ചെയ്യാനാ പറയുന്നേ? പൂരാ ശരീർ, നിന്റെ മുഴുവനായി, നിന്റെ ശരീരം മുഴുവനായി बेच दो, വിൽക്കാനാണ് പറയുന്നത്. തുമേം 1,00,000 रुपया मिलेगा. എത്ര രൂപ കിട്ടും എന്നാണ് പറയുന്നത്? 1,00,000, 1,00,000. അപ്പോൾ നീ നിന്റെ ശരീരം മുഴുവനായിട്ട് വിറ്റാൽ 1,00,000 രൂപ നിനക്ക് തരും. മനസ്സിലായോ? ഓക്കെ, അടുത്ത പാരഗ്രാഫിലേക്ക് കടക്കാം. വിശ്വനാഥ് की बातें सुनकर विक्रम ने क्रोध और दुख के साथ कहा, नहीं, 1 करोड़ रुपये मिलने पर भी मैं ऐसा नहीं करूँगा. അപ്പോൾ വിശ്വനാഥിൻ്റെ വഴികൾ കേട്ടിട്ട് ആരാ പറയുന്നേ? വിശ്വനാഥിൻ്റെ വാക്കുകൾ കേട്ടിട്ട് വിക്രം പറയുകയാണ്. എന്തായിരിക്കും പറഞ്ഞു കാണുക? വിശ്വനാഥ് കി ബാത്തേം സുൻകർ, വിശ്വനാഥിൻ്റെ സംസാരം കേട്ടിട്ട് വിക്രമിനെ ക്രോധ് ഓർ ദുഃഖ് കെ സാത്ത് കഹ, വിക്രം എന്ത് ചെയ്തു? ദേഷ്യത്തോടു കൂടിയും, ക്രോധ് എന്താ? ദേഷ്യം, ദുഃഖം എന്താ? സങ്കടം, ദേഷ്യത്തോടു കൂടിയും ദുഃഖത്തോടു കൂടിയും പറഞ്ഞു. എന്താ പറഞ്ഞത്? നെഹി, ഇല്ല, എന്ത് ചെയ്യില്ല? 1 करोड़ रुपये मिलने पर भी मैं ऐसा नहीं करूँगा. 1 करोड़, 1 കോടി കിട്ടിയാൽ പോലും ഞാൻ എന്ത് ചെയ്യില്ല? मैं ऐसा नहीं करूँगा, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. नहीं करूँगा, ഒരിക്കലും ചെയ്യില്ല. അപ്പോൾ വിശ്വനാഥ് എന്താ പറയുന്നത്? വിശ്വനാഥിനെ മുസ്കുരാക്കർ സംശായ, വിശ്വനാഥ് എന്ത് ചെയ്തു? മുസ്കുരാന, ചിരിക്കുക, പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരേ ഭായി, സഹോദര, अपने शरीर को इतना मूल्यवान समझते तो तुम गरीब कैसे हो? जाओ, तुम्हारा शरीर ही एक अनमोल खजाना है, इसका उपयोग करो. विक्रम की आंखें खुल गई. എന്താ പറയുന്നേ? വിശ്വനാഥിനെ മുസ്കുരാക്കർ സംശായ, വിശ്വനാഥ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അരേ ഭായ്, സഹോദര,
अपने शरीर को इतना मूल्यवान समझते तो अपने ശരീർ നീ നിന്റെ സ്വന്തം ശരീരത്തെ ഇത്നാ മൂല്യവാൻ ഇത്രത്തോളം മൂല്യമുള്ളതായി സംസ്ഥേത്തോ ഇത്രത്തോളം മൂല്യമുള്ളതായി കരുതുന്നുണ്ടെങ്കിൽ തും ഗരീബ് കൈസേ ഹോ പിന്നെ നീ എങ്ങനെയാണ് പാവപ്പെട്ടവനാകുന്നത്? നീ നിന്റെ സ്വന്തം ശരീരത്തിന് ഇത്രയും മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ നീ പിന്നെ എങ്ങനെയാണ് ഗരീബ് എന്താ പാവപ്പെട്ടവനാകുന്നത്? ജാവോ പോകൂ, തുമാരാ ശരീർ ഹി ഏക് അൻമോൾ ഖസാന ഹേ. എന്ത് ചെയ്യാനാ പറയുന്നത്? നിന്റെ ശരീരം, തുമാരാ ശരീർ ഹി ഏക് അൻമോൾ ഖസാന ഹേ, വിലമതിക്കാനാകാത്ത എന്താണ്? ഒരു ഖജനാവാണ്. ഇസ്കാ ഉപയോഗ കരോ, അതിനെ എന്ത് ചെയ്യാനാണ് പറയുന്നത്? ഉപയോഗിക്കൂ, ഉപയോഗിക്കാനാണ് പറയുന്നത്. വിക്രം കി ആംഖേ ഖുൽ ഗയി, എന്ത് ചെയ്തു? വിക്രമിൻ്റെ കണ്ണുകൾ തുറന്നു. നല്ല ഒരു കഥയല്ലായിരുന്നോ? അപ്പം എന്ത് ചെയ്തു? ഇതെല്ലാം കേട്ടപ്പോൾ എന്ത് ചെയ്തു? വിക്രമിന് തൻ്റെ തെറ്റ് മനസ്സിലായി. തൊട്ട് താഴെയായി 2 ചോദ്യങ്ങളുണ്ട്. ഒന്നെന്താ? വിശ്വനാഥിനെ കൈ ഉപായ് ബതായേ. വിശ്വനാഥ് എന്ത് ചെയ്തു? ഒരുപാട് വഴികൾ പറഞ്ഞു. ലേക്കിൻ വിക്രമിനെ നെഹി മാന ക്യോ, പക്ഷേ വിക്രം എന്ത് ചെയ്തില്ല? അതൊന്നും സമ്മതിച്ചില്ലല്ലേ? എന്തുകൊണ്ടായിരിക്കും സമ്മതിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും സമ്മതിക്കാത്തത്? എന്തുകൊണ്ടായിരിക്കും? ഒരു പക്ഷെ എന്തായിരിക്കും? അവൻ ഈ നഷ്ടങ്ങളൊന്നും സമ്മതിക്കാൻ തയ്യാറല്ല. അല്ലെങ്കിൽ എന്താ? അതെ, വിക്രം എന്താ? സ്വന്തം ശരീരത്തെ മൂല്യമുള്ളതായി കണക്കാക്കപ്പെടുന്നതുകൊണ്ട്. അത് ഒന്ന് ഹിന്ദിയിലാക്കാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അടുത്ത ചോദ്യം എന്താ? വിശ്വനാഥ് കാ ഉപദേശ് സുൻകർ വിക്രമിനെ ആകെ ക്യാ കിയാ ഹോഗ. വിശ്വനാഥ് കാ ഉപദേശ് സുൻകർ, വിശ്വനാഥിൻ്റെ ഉപദേശങ്ങൾ കേട്ടിട്ട് വിക്രമിനെ ആകെ ക്യാ കിയാ ഹോഗ, വിക്രം അതിനുശേഷം എന്ത് ചെയ്ത് കാണും? അത് നമുക്ക് കഥയിൽ തന്നിട്ടില്ലല്ലോ. എന്ത് ചെയ്ത് കാണും എന്ന് നിങ്ങൾ എഴുതണം. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? വിക്രം എന്ത് ചെയ്ത് കാണും? നല്ലവണ്ണം അധ്വാനിച്ച് പണം സമ്പാദിക്കാനുള്ള തീരുമാനത്തിൽ എത്തിക്കാണും അല്ലേ? എങ്ങനെ എഴുതും അത്? वो मेहनत करके धन कमाने का निश्चय किया होगा. എന്ത് ചെയ്ത് കാണും? അധ്വാനിച്ച് പണം സമ്പാദിക്കാനുള്ള തീരുമാനം എടുത്തു കാണും അല്ലേ? എല്ലാവർക്കും കഥ മനസ്സിലായോ? അപ്പോൾ കഥയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? വിക്രം ഉണ്ടായിരുന്നു. ഇടയ്ക്കൊരു കർഷകൻ, കിസാൻ വന്നു അല്ലേ? അതിനുശേഷം ആര് വന്നു? വിശ്വനാഥ് വന്നു. അപ്പോൾ വിക്രമിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു കഥയുടെ തുടക്കത്തിൽ? പെട്ടെന്ന് പണം സമ്പാദിക്കുക, ശേഷം സുഖമായി ജീവിക്കുക. ഇതായിരുന്നു ആരുടെ ലക്ഷ്യം? വിക്രമിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി കൂട്ടുകാരോടൊക്കെ ഉപായം ചോദിച്ചിട്ടും എന്ത് ചെയ്തില്ല? വഴിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ഒരു കർഷകനോട് ചോദിച്ചു. കർഷകൻ എന്താ പറഞ്ഞത്? നീ ആരെയൊക്കെ പോയി കാണാനായിട്ട് പറയുന്നത്? വിശ്വനാഥിനെ പോയി കാണാനായിട്ട് പറയുന്നു. അപ്പോൾ വിക്രം എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ വിശ്വനാഥിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ വിശ്വനാഥ് എന്താണ് മറുപടിയായി കൊടുക്കുന്നത്? ആദ്യം എന്ത് വിൽക്കാനാണ് പറയുന്നത്? ഒരിടത്ത് എത്ര ശരീരങ്ങൾ, അതായത് ആദ്യം എന്താ പറയുന്നത്? 20,000 രൂപയ്ക്ക് കണ്ണ് വിൽക്കാനായിട്ട് പറയും അല്ലേ? അതിനുശേഷം കണ്ണ് വിറ്റ് കഴിഞ്ഞാൽ ഞാനെങ്ങനെ കാണുമെന്ന് ചോദിക്കുമ്പോൾ എന്ത് പറയും? 15,000 രൂപയ്ക്ക് കാൽ വിൽക്കാനായിട്ട് പറയും. അപ്പോൾ കാൽ വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ നടക്കും? അപ്പോൾ എന്തു പറയും? 25,000 രൂപയ്ക്ക് കൈകൾ രണ്ടും വിൽക്കാൻ പറയും. കൈകൾ വിറ്റ് കഴിഞ്ഞാൽ എങ്ങനെ ജോലി ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? 1,00,000 രൂപയ്ക്ക് എന്ത് ചെയ്യാനാ പറയുന്നത്? ശരീരം മുഴുവനായി വിൽക്കാനായിട്ട് പറയും. വിശ്വനാഥ് സമ്മതിച്ചോ? ഇല്ലല്ലേ? സ്വന്തം ശരീരത്തിന് അവൻ എന്ത് ചെയ്തു? മൂല്യം കൽപ്പിച്ചിരുന്നു. അപ്പോൾ എന്താ വിശ്വനാഥ് പറയുന്നത്? എന്താ പറയുന്നത്? നീ നിന്റെ ശരീരത്തിന് ഇത്രയും മൂല്യം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ തും അപ്നെ ശരീർ കോ ഇത്നാ മൂല്യവാൻ സമജ്തേ തോ തും ഗരീബ് കൈസേ ഹോ. പിന്നെ നീ എങ്ങനെയാണ് പാവപ്പെട്ടവനാകുന്നതല്ലേ? സ്വന്തം ശരീരത്തിന് ഇത്രയും മൂല്യം കൽപ്പിച്ചിട്ടും നീ പിന്നെ എങ്ങനെയാണ് ഇത്രയും പാവപ്പെട്ടവനാകുന്നത്? എന്നിട്ട് എന്ത് ചെയ്യാനാണ് വിശ്വനാഥ് പറയുന്നത്? സ്വന്തമായി അധ്വാനിച്ച് പണം കണ്ടെത്താനായിട്ട് പറയുന്നുണ്ട്. അത് വിക്രമിൻ്റെ കണ്ണുകൾ
തുറപ്പിച്ചു. ശേഷം എന്ത് നടന്നതെന്ന് നിങ്ങൾക്ക് എഴുതാമല്ലോ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായോ? ഇവിടെ 27ാമത്തെ പേജിൽ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഘടനായേം ലിഖേം എന്ത് ചെയ്യാനാണ് പറയുന്നത്? അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങൾ പോയിൻ്റായിട്ട് എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് ഒന്ന് വായിച്ചേ. മിത്രോം സെ ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച. മിത്രോം സെ കൂട്ടുകാരോട് ജൽദി ധൻ കമാനെ കാ ഉപായ് പൂച്ച. എന്ത് ചെയ്തു? പെട്ടെന്ന് പണം സമ്പാദിക്കാനുള്ള വഴി ചോദിച്ചു. അതൊരു പ്രധാനപ്പെട്ട സംഭവമാണ്. രണ്ടാമതായി എന്താ കൊടുത്തിരിക്കുന്നത്? വിശ്വനാഥ്നെ ശരീർ കെ അംഗ് ബേച്ച്നെ കോ കഹ. എന്ത് ചെയ്തു? വിശ്വനാഥ് എന്ത് ചെയ്യാനായിട്ട് പറഞ്ഞു? ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളായിട്ട് വിൽക്കാനായിട്ട്. അങ്ക് എന്താ? അവയവങ്ങൾ വിൽക്കാനായിട്ട് പറഞ്ഞു. പിന്നെ അടുത്തതായിട്ട് എന്ത് നടന്നു കാണും? വിശ്വനാഥിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആർക്ക് ദേഷ്യം വന്നു കാണും? അടുത്ത മൂന്നാമതായിട്ട് എന്ത് നടന്നു കാണും? വിശ്വനാഥിൻ്റെ വാക്കുകൾ കേട്ടിട്ട് ആർക്ക് ദേഷ്യം വന്നു? വിക്രമിന് ദേഷ്യവും സങ്കടവും വന്നു അല്ലേ? അതെങ്ങനെ പറയും? വിശ്വനാഥ് की बातें सुनकर विक्रम को क्रोध और दुख आया. അടുത്തായിട്ട് എന്ത് നടന്നു കാണും? വിക്രം की आंखें खुल गई. അവസാനമായിട്ട് എന്താ നടന്നത്? വിക്രമിൻ്റെ കണ്ണുകൾ തുറന്നു. ഇത് നിങ്ങൾ എഴുതുമല്ലോ. അടുത്തായിട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. എന്താ? കിസ്നെ കഹ. ആരാണ് പറഞ്ഞത്? ആരുടെ എന്തൊക്കെയാ വൃത്തത്തിനുള്ളിൽ കൊടുത്തിരിക്കുന്നത്? കിസാൻ, വിക്രം, വിശ്വനാഥ് അല്ലേ? കിസാൻ, വിക്രം, വിശ്വനാഥ്. ആരെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? കിസാൻ, വിക്രം, വിശ്വനാഥ്. അപ്പോൾ കിസാൻ ആരാ? കർഷകൻ. വിക്രം, വിശ്വനാഥ്. ഈ കഥയിലെ 3 കഥാപാത്രങ്ങളാണ്. അതിൽ അവർ പറഞ്ഞ സെൻറ്റൻസ് ഉണ്ട്. നിങ്ങളത് ആരാണ് പറഞ്ഞതെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എന്താ? വിക്രമിനെ കഹാക്കി മയം ബഹുത്ത് ഗരീബ് ഹൂം. വിക്രം എന്താണ് പറഞ്ഞത്? ഞാൻ പാവപ്പെട്ടവനാണ്. അപ്പം ഞാൻ പാവപ്പെട്ടവനാണെന്ന് പറഞ്ഞത് ആരാണ്? വിക്രം. അതുപോലെ കണ്ടുപിടിക്കണം. ആദ്യത്തേത് എന്താ? ഗാവ് കെ ഉസ് പാർ ഏക് സജ്ജൻ രഹത്തെ ഹൈ. ഗ്രാമത്തിൻ്റെ അങ്ങേയറ്റത്തായി ആരുണ്ട്? ഒരു നല്ലവനായ വ്യക്തി താമസിക്കുന്നുണ്ട് എന്ന് ആരാണ് പറഞ്ഞത്? വിക്രമാണോ? അല്ല. ആരാ പറഞ്ഞത്? കിസാൻ, കർഷകനാണല്ലേ പറഞ്ഞത്. അടുത്തത് എന്താ? തും വസന്ത് നഗർ ജാവോ. നീ എവിടേക്ക് പോകാനാണ് പറയുന്നത്? വസന്ത് നഗറിലേക്ക് പോവാൻ. അതാരാണ് പറയുന്നത്? വിശ്വനാഥ് അല്ലേ പറയുന്നത്. എളുപ്പ വഴി വിശ്വനാഥിനോട് വിക്രം ചോദിക്കുമ്പോഴത്തേക്ക് എന്താ വിശ്വനാഥ് പറയുന്നത്? വസന്ത് നഗറിൽ പോയിട്ട് അവയവങ്ങൾ വാങ്ങുന്ന ഒരാളോട് തൻ്റെ അവയവങ്ങളെല്ലാം കൊടുക്കാനായിട്ട് പറയുന്നു അല്ലേ? അപ്പോൾ തും വസന്ത് നഗർ ജാവോ എന്ന് ആരാ പറഞ്ഞത്? വിശ്വനാഥ്. 1 കരോഡ് റുപ്പയെ മിൽനെ പർ ഭി മൈം ഏസാ നഹീ കരൂങ്ക. 1 കോടി കിട്ടിയാൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞത് ആരാണ്? വിക്രം. ഇപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കഥ നല്ലവണ്ണം വായിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ ഉത്തരങ്ങൾ എഴുതാൻ കഴിയൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്തിരിക്കണം? കഥകൾ വായിച്ചിരിക്കണം. പിന്നെ എഴുതാനാണ് പറയുന്നത്. ലിഖേം. എന്തെഴുതാനാണ് പറയുന്നത്? വിശ്വനാഥ് കാ ഉപദേശ് സുൻകർ വിക്രം കി ആംഖേം ഖുൽ ഗയി. വിശ്വനാഥിൻ്റെ ഉപദേശം കേട്ടിട്ട് വിക്രമിൻ്റെ കണ്ണ് തുറന്നു. വിക്രം കി ഉസ് ദിൻ കി ഡയറി തയ്യാർ കരേം. എന്ത് ചെയ്യാനാണ് പറയുന്നത്? വിക്രമിൻ്റെ അന്നത്തെ ഒരു ദിവസത്തെ ഡയറി എഴുതാനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഡയറി എഴുതാൻ എന്ത് വേണം? തീയതി തീർച്ചയായും എഴുതേണ്ട ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഡയറി ഒന്ന് എഴുതി നോക്കുമല്ലോ. ശരി. അപ്പോൾ ഈ വർക്കുകളെല്ലാം നിങ്ങൾ സ്വന്തമായി എഴുതാൻ ശ്രമിക്കുക. അടുത്ത ദിവസം മറ്റൊന്നുമായി നമുക്ക് കാണാം. നന്ദി.